വെൽക്കം ടു അരേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കാലത്ത് പല സഭകളിലും പല വീടുകളിലും സ്പിരിച്വലായ കാര്യങ്ങൾ പലപ്പോഴും ഒരു കമ്പൽഷന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഇത് കമ്പൽസറി ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ പറ്റൂല. ബൈബിള് വായിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ സഭകളിലോട്ട് പോകുന്നതാകട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു കമ്പൽഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവൂല, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കമ്പൽഷൻ ചെയ്താണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഇതുകൊണ്ട് പല പേരൻസും അല്ലെങ്കിൽ പല പാസ്റ്റർമാരും വേലക്കാരും പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെയ്താൽ പിള്ളേരെ, അടുത്ത തലമുറയെ നമുക്ക് വളർത്തെടുക്കാം എന്ന് പലരും പ്രസംഗിക്കുന്നതും പലരും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇന്ന് പലർക്കും ഉള്ളത്. പക്ഷെ ക്രിസ്തീയ ലോകത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനങ്ങളെ മോശ നടത്തിയപ്പോൾ മോശയുടെ കാലത്ത് അവർ കറക്റ്റായി ജീവിച്ചു. മോശയുടെ കാലത്ത് തന്നെ അവർ പല കാര്യങ്ങളും തെറ്റായി ചെയ്താലും മോശ അതെല്ലാം കറക്റ്റാക്കി ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയും ദൈവത്തിനും ഈ ജനത്തിനും മധ്യയിൽ നിന്ന് ഒരു മധ്യസ്ഥനായി നിന്ന് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്ത് ദൈവം സംസാരിക്കാൻ വരുമ്പോൾ, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നതും നമ്മൾ വായിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് ദൈവത്തെ പേടിയാണ്. അതേ സമയത്തിൽ അവർക്ക് ദൈവത്തോടുള്ള ബന്ധം അവർക്ക് ആവശ്യമില്ല. അവർ ആവശ്യപ്പെട്ടത് മുഴുവനും അവരെ നടത്താൻ ഒരു ലീഡർ വേണം. അത് മോശയുണ്ട്. അവർക്ക് ആവശ്യപ്പെടുമ്പോൾ എല്ലാം മോശയോട് പോയി അവർ തർക്കിക്കുകയും അവർ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ മോശ നടുക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയാണ്. സോ മോശ ഉണ്ടായിരുന്ന കാലം വരെയും ഈ ഇസ്രായേൽ ജനങ്ങൾ കറക്റ്റായ വഴിയിൽ നടക്കുന്നു. മോശയുടെ കാലത്തിന് ശേഷം യോശുവ ഈ കാര്യങ്ങളെ ഏറ്റെടുക്കുകയാണ്. യോശുവ ഏറ്റെടുക്കുമ്പോഴും പല കാര്യങ്ങളും പല ചാലഞ്ചസും വരുന്നുണ്ട്. എന്നാലും ഇസ്രായേൽ ജനങ്ങളെ കഴിയുന്നത് വരെയും പുള്ളി കറക്റ്റായിട്ടുള്ള പാതയിൽ നടത്തുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഗോത്രക്കാർക്കും ആവശ്യമുള്ള സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി കൊടുക്കുന്നു. അളന്ന് ശരിയാക്കി കൊടുത്ത് അവന്റെ കാലം വരെയും അവർ കറക്റ്റായ പാതയിൽ നടക്കുന്നു. പക്ഷെ യോശുവയുടെ കാലത്തിന് ശേഷം യോശുവയുടെ അന്ത്യത്തെ അവന്റെ ഒരു സംഭാഷണയിൽ തന്നെ യോശുവ പറയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഞാനും എൻ്റെ കുടുംബവോ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാണ് അവന്റെ അവസാനത്തെ വാക്കുകൾ തീരുന്നത്. അതുപോലെ തന്നെ യോശുവയുടെ കാലത്തിന് ശേഷം വരുന്ന ന്യായാധിപന്മാരുടെ കാലത്ത് പലപ്പോഴും നമ്മൾ അടുത്തടുത്തായി വായിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെയും അവർ യഹോവയെ വിട്ട്, യഹോവയുടെ വഴികളെ വിട്ട് അവർ പിന്മാറിപ്പോയി, അല്ലെങ്കിൽ വേറെ ദൈവങ്ങളെ അവർ നമസ്കരിക്കാൻ പോയി എന്നാണ് നമ്മൾ വായിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ന്യായാധിപന്മാർ നിന്ന് യഹോവയ്ക്കായി അവർ യഹോവയുടെ ജനത്തിനു വേണ്ടി അവർ യുദ്ധം ചെയ്യുകയും അവരെ നേരുള്ള പാതയിൽ നടത്തുകയും ചെയ്യുകയാണ്. അവർ നടത്തുന്നവരെയും അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നു. പക്ഷെ അവന്റെ കാലം അല്ലെങ്കിൽ ആ ന്യായാധിപന്റെ കാലം കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ചായിട്ട് അവർ ദൈവസന്നിധി വിട്ട് ദൂരോട്ട് പോവുകയാണ്. ഈ യോശുവയുടെ ബുക്കിനും ന്യായാധിപന്മാരുടെ കാലത്തിനും നടുക്കുള്ള പകുതി നമ്മൾ ന്യായാധിപന്മാരുടെ ആദ്യ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ, യോശുവയെ പോലത്തെ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുണ്ടായിരുന്ന കാലം വരെയും അവർ ദൈവത്തെ ഭയപ്പെട്ടു ജീവിച്ചു. പിന്നീട് അവർ ദൈവത്തിന് വിരോധമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനത്തെ സന്ദർഭമാണ് ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളിലും ഉണ്ടാകുന്നത്. സോ പേരൻസും ശരി, സഭക്കാരും ശരി, അല്ലെങ്കിൽ വേലക്കാരും ശരി, ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ ശരിക്കും അവർ കമ്പൽഷൻ ചെയ്താണ്, അവർ എങ്ങനെയെങ്കിലും അവരെ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ, അവരെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. കാലത്തുള്ള പ്രാർത്ഥനയാകട്ടെ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയാകട്ടെ, തനിച്ചുള്ള പ്രാർത്ഥനയാകട്ടെ, അല്ലെങ്കിൽ
സ്വന്തമായി ബൈബിൾ വായിക്കുന്നതും ബൈബിൾ നോളേജ് അവർക്ക് ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ എല്ലാ സഭകളിലും വീടുകളിലും അവർ അതൊരു കമ്പൽഷൻ ആയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. പിള്ളേരും അത് ചെറിയ വയസ്സ് തുടങ്ങി അവർ ചെയ്യുന്നു. പക്ഷെ ഇതിൽ പല പിള്ളേർക്കുമുള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അവർക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള യാതൊരു ബോധവും ഇല്ലാതെയാണ് പല പിള്ളേരും ചെയ്യുന്നത്. ഇതേ അടിസ്ഥാനത്തിലാണ് ശലോമോനും ജീവിച്ചത് എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ കാലത്തിൽ ദൈവത്തെ ഭയന്ന് ജീവിച്ച ഇസ്രായേൽ ജനങ്ങൾ പിന്നീട് ശലോമോന്റെ കാലത്ത്, ശലോമോന്റെ യവനകാലത്ത് നല്ലോണം ജീവിക്കുന്നു, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി ആലയം പണിഞ്ഞ ശലോമോൻ പിന്നീടുള്ള കാലത്ത് അവന്റെ ഭാര്യമാരുടെ അന്യ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള അമ്പലങ്ങളെ പണിയുകയും പല കാര്യങ്ങൾ ദൈവത്തിന് വിരോധമായി ചെയ്യുന്നതായി ശലോമോനെ കുറിച്ച് നമ്മൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മൂപ്പന്മാരും ദൈവഭക്തന്മാരും ഇല്ലാതെ പോയപ്പോൾ ശലോമോന്റെ വാർദ്ധക്യ കാലത്ത് ശലോമോനെ ശരിക്കുള്ള പാതയിൽ നടത്താനോ അല്ലെങ്കിൽ ആലോചന പറഞ്ഞു കൊടുക്കാനോ സാധിച്ചില്ല. ഇനിയും തെളിച്ചു പറഞ്ഞാൽ ശലോമോന്റെ കാലത്ത് യഹോവ 2 പ്രാവശ്യം നേരിട്ട് വന്ന് ദർശനത്തിൽ സംസാരിച്ചിട്ട് പോലും ദൈവ ശബ്ദത്തെ ശലോമോനെ കൊണ്ട് തിരിച്ചറിയുവാനോ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുവാനോ സാധിച്ചില്ല. അവൻ കണ്ടിന്യൂസ് ആയിട്ട് പുറം വിഗ്രഹങ്ങളെയും പുറം ദൈവങ്ങളെയും അവൻ വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് വായിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ശലോമോന്റെ അന്ത്യകാലം വളരെ ഒരു തോൽവിയുടെ കാലമായിരുന്നു. ഇല്ലാത്ത ശത്രുക്കൾ മുഴുവനും തന്നെ എഴുന്നേറ്റ് വരാൻ ഇടയായി എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ വീഴ്ചക്കുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരു ആത്മീകമായ ഒരു സറൗണ്ടിങ് ഇരുന്നത് വരെയും ശലോമോന്റെ വഴികൾ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ആത്മീകമായ സറൗണ്ടിങ് ഇല്ലാതെ തണിച്ചു പോയപ്പോൾ അവനെ കൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ല. ഇതേ സിറ്റുവേഷൻ ആണ് യോസേപ്പിന്റെ കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോസേപ്പ് എന്ന് പറയുന്ന വ്യക്തി അവന്റെ അപ്പന്റെ വീട്ടിൽ, അതായത് യാക്കോബിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കാലം വരെയും ദൈവികമായ കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും പഠിക്കുകയും യാക്കോബിനെ കണ്ട് എല്ലാ കാര്യങ്ങളും തെളിച്ച് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ തന്റെ സഹോദരന്മാരെ കൊണ്ട് അവൻ വിൽക്കപ്പെടുകയാണ്, ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിലേക്ക് പോകുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷനും, എന്ന് പറഞ്ഞാൽ പോത്തിഫേറിന്റെ വീട്ടിലാകട്ടെ അല്ലെങ്കിൽ പോത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് അവൻ ജയിലിലേക്ക് പോയ ആ സന്ദർഭമാകട്ടെ, അല്ലെങ്കിൽ ആ ജയിലിൽ നിന്നും അവൻ സിംഹാസനത്തിലേക്ക് പോയ ആ സന്ദർഭമാകട്ടെ, എല്ലാ സന്ദർഭങ്ങളിലും യോസേപ്പിന് ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, യഹോവ യോസേപ്പിന്റെ കൂടെ ഇരുന്നു. എന്ന് വെച്ചാൽ യോസേപ്പ് യഹോവയെ വിട്ടു പിരിഞ്ഞില്ല. യഹോവയുമായിട്ടുള്ള ബന്ധം യോസേപ്പിന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു. യോസേപ്പിന് ആരും ഐഡിയ പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ യോസേപ്പിന് ആരും ആലോചന പറഞ്ഞു കൊടുത്തില്ല. കൂടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് ആരും തന്നെ അവന് നടത്താനില്ല. അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള എല്ലാ കരുത്തും എല്ലാ കാര്യങ്ങളും അവൻ ഉണ്ടായിട്ടും അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ ദൈവത്തെ ഭയന്ന് ജീവിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയന്ന് എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് യോസേപ്പ് നല്ലോണം പഠിച്ചിരുന്നു. അതിന്റെ ഫുൾ കരുത്തും അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം വരെയും യോസേപ്പ് ദൈവത്തിനെ ഭയന്ന് ജീവിക്കാൻ ഇടയായി. തന്നെ ദ്രോഹിച്ച സഹോദരന്മാർ തിരിച്ചു വന്ന് മിസ്രൈമിൽ വന്ന് തന്നെ വിരോധിച്ച സഹോദരന്മാരെ നേരിട്ട് കണ്ടിട്ട് പോലും അവരെ ക്ഷമിക്കുകയും അവരുടെ കുടുംബങ്ങളെ പോലും പോറ്റി പുലർത്തുകയാണ് യോസേപ്പ്. അങ്ങനത്തെ ഒരു യോസേപ്പ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, അവൻ ചെറിയ കുട്ടിക്കാലം തൊട്ട് തന്നെ ദൈവമായിട്ടുള്ള ബന്ധം കറക്റ്റായിരുന്നു. അവൻ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തെളിച്ചു പഠിച്ചിരുന്നു. പക്ഷെ ശലോമോന്റെ കഥ അങ്ങനെയല്ല. ശലോമോന്റെ കഥ ടോട്ടലി ഡിഫറെന്റ് ആണ്. അവൻ ചെറുപ്രായം തുടങ്ങി തന്നെ അവന് ചുറ്റിലുമുള്ളവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെ കേട്ട് വളർന്നു, ദൈവത്തെ ഭയന്ന് ജീവിച്ചു. പക്ഷെ വാർദ്ധക്യ കാലത്ത് ആരും പറഞ്ഞു കൊടുക്കാനില്ല. ആ സന്ദർഭത്തിൽ ദൈവത്തെ വിട്ട് അവൻ മാറിപ്പോവുകയാണ്. സോ ഇങ്ങനത്തെ സെയിം സിറ്റുവേഷനിലാണ് ദാനിയേലും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന ഈ യവനക്കാരും പോകുന്നത്.
സോ അവരൊരു അഗതികളായിട്ടാണ് ആ നാട്ടിലേക്ക് പോകുന്നത്. സോ നെബൂഖദ്നേസറിന്റെ കാലത്ത് അവർ ജയിലിലേക്ക് അവർ ഒരു പിടിപെട്ട് അവർ ഒരു അഗതികളായിട്ടാണ് ആ നാട്ടിലേക്ക് പോകുന്നത്. ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ഈ ദാനിയേലും ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറയുന്ന ഈ 4 പേരും അവർ അവസാനം വരെയും ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുന്നു. തങ്ങൾക്ക് രാജ ആഹാരം കിട്ടിയിട്ട് പോലും, അത് ഒരു കൽപ്പനയായി വന്നിട്ട് പോലും അവർ അതിനെ ഏൽക്കാതെ അവർ തങ്ങളുടെ ദൈവത്തിന് ഭയന്ന് ജീവിച്ച് ആഹാരത്തിൽ പോലും തങ്ങളുടെ ക്രമീകരണങ്ങളെ കറക്റ്റായി പാലിക്കുകയാണ്. ഇതിനു വേണ്ടി അവർ കറക്റ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിന് ദൈവ ഇഷ്ടം പോലെ അവർ ജീവിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ മറ്റ് യവനക്കാർക്കും ഇവർക്കുമുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ഇവർ പുഷ്ടിയുള്ളവരായും ശരീരത്തിൽ മാത്രമല്ല ബുദ്ധിയിലും ശക്തിയിലും, ഇനിയും പറഞ്ഞാൽ അവർ ആത്മീകമായും പുഷ്ടിയുള്ള ജനങ്ങളായിരുന്നു. ഇവർ 4 പേരെ മറ്റവരെക്കാളും വിശേഷ ജനങ്ങളായി തന്നെ എല്ലാവരുടെ കണ്ണിലും അവർ കാണാൻ ഇടയായി എന്ന് നമ്മൾ വായിക്കുന്നു. സോ അവർ കുട്ടിക്കാലം മുതൽ കറക്റ്റായ വഴികളിൽ ജീവിച്ചത് കൊണ്ട് തന്നെയാണ്, അത് കറക്റ്റായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവസാനം വരെയും അങ്ങനെ സ്ഥിരമായി നിൽക്കാൻ സാധിക്കുന്നത്. സോ ദാനിയേലിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ ഏകദേശം 6 സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ 6 രാജാക്കന്മാരുടെ കീഴിലാണ് ഈ ദാനിയേൽ ജോലി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ 6 രാജാക്കന്മാരുടെ ഇടത്തിലും ആൾക്കാരുടെ ഭാഷ മാറുന്നു, ആൾക്കാരുടെ വ്യക്തിപരമായ ചിന്തകൾ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന രീതികൾ മാറുന്നുണ്ട്. പക്ഷെ ദാനിയേലിന്റെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദാനിയേലിന്റെ മനസ്സോ ദൈവത്തിന് വിട്ട് അകന്നു പോകുന്നില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഇതിനെല്ലാം കാരണം ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, ആരും കമ്പൽഷൻ ചെയ്തിട്ടല്ല. ദാനിയേൽ പഠിച്ച ആ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഒരു തെളിവുണ്ടായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കമ്പൽഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും തെളിവില്ലാതെ പോകുന്നതാണ് അവരുടെ വീഴ്ചക്ക്, പിന്നീടുള്ള അവരുടെ വീഴ്ചക്ക് കാരണമായി തീരുന്നത്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യർക്കും ഇതേ തന്നെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. യേശു തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലം വരെയും അവർ യേശുവിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. യേശു പലപ്പോഴും ഞാൻ നിങ്ങളെ വിട്ട് പിരിയുന്ന ഒരു ദിവസം വരും എന്ന് തെളിച്ചു പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലായില്ല. പക്ഷെ ഒരു ദിവസം ക്രൂശീകരിക്കപ്പെട്ട യേശു ക്രൂശീകരിക്കാൻ വേണ്ടി യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇവരെല്ലാവരും ചിതറി ഓടുന്നത്. യേശുവിന്റെ മരണത്തിന് ശേഷവും തങ്ങളുടെ ജീവിതം അസ്തമിച്ചു എന്നുള്ള രീതിയിൽ അവർ എല്ലാവരും പോയി ഒരു റൂമിൽ മറഞ്ഞ് അവർ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. അവരുടെ മധ്യയിൽ വരുന്ന യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സമാധാനം എന്നാണ് യേശു തുടങ്ങുന്നത്. പക്ഷേ യേശുവിന്റെ കാലത്തിന് ശേഷം ശിഷ്യന്മാർ ബലപ്പെടാനുള്ള മുഖ്യമായ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവർ ആത്മീകമായി പഠിച്ചിരുന്ന ടോട്ടൽ കാര്യങ്ങളും അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സാധിച്ചു. ഇന്നത്തെ ഇളടുത്ത തലമുറ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാൻ തയ്യാറല്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആത്മീകമായിട്ടുള്ള ജനങ്ങൾക്ക് വരരുത്. എന്ത് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പാസ്റ്റർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ സഭയിൽ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക എന്നുള്ള ആ ആജ്ഞയാണ് ഇന്ന് പല സഭകളിലും പല വീടുകളിലും ഉള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് പല ക്രിസ്തീയ കുടുംബങ്ങളിലുമുള്ള തലമുറകൾ ദൈവത്തെ വിട്ട് മാറിപ്പോവുകയാണ്. റീസെന്റ് ആയിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കോളേജ് പ്രൊഫസറുമായി ഞാൻ സംസാരിച്ചപ്പോൾ, നഴ്സിംഗ് പ്രൊഫസറാണ്, അവരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ദുഃഖമായ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നാട്ടിലുള്ള പല പിള്ളേരും നല്ല ഭക്തിയുള്ള പിള്ളേരാണ്. അവിടെ നിന്ന് വളർന്നതും അവർ ജനിച്ച് അവർ വളർന്ന എല്ലാ സന്ദർഭങ്ങളും നല്ല ഭക്തിയുള്ള സന്ദർഭങ്ങളായിരിക്കും. പക്ഷെ അവർ പഠിക്കാൻ വേണ്ടി പുറം ദേശങ്ങൾക്ക് അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പുറം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, വേറെ സ്ഥലങ്ങളിലേക്ക്, അവരുടെ അച്ഛനും അമ്മയും സഭക്കാരും ഇല്ലാത്ത തനിച്ച ദേശങ്ങളിലേക്ക് അവർ പോകുമ്പോൾ അവർ ദൈവത്തെ വിട്ട് ടോട്ടലി ചേഞ്ച് ആകുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ദൈവത്തെ വിട്ട് പിന്മാറി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്,
അവർക്ക് ഇപ്പോൾ ഒരു ജയിലിൽ നിന്ന് റിലീസായതുപോലത്തെ ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാം ഫ്രീഡമായി ചെയ്യാം എന്നുള്ള സന്തോഷത്തിലാണ് അവർ ചെയ്യുന്നത്. സന്ദർഭങ്ങൾ ചേഞ്ച് ആയപ്പോൾ അവർക്ക് ആരും തന്നെ പറയാനില്ലാത്തപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നാട്ടിൽ നിന്ന് വിളിക്കുന്ന പേരൻസിനും പാസ്റ്റർമാർക്കും അവർ പറയുന്ന ഉത്തരങ്ങൾ പലപ്പോഴും നുണയാണ് എന്ന് തന്നെ പ്രൊഫസർ പറയാൻ ഇടയായി. പലപ്പോഴും നീ സഭയ്ക്ക് പോയോ, ഇന്ന് ബൈബിൾ വായിച്ചോ, ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ എല്ലാം ചെയ്തു, പെർഫെക്റ്റ് ആണ്, ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് എന്നുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യുകയാണ്. പലപ്പോഴും അവർ സഭയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ, ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതെയാണ് പലരും ജീവിക്കുന്നത്. പക്ഷെ വീട്ടിൽ അവർ ഭയങ്കര ഭക്തിയുള്ളവരാണ് എന്ന് പ്രൊഫസർ പറയാൻ ഇടയായി. സോ ഇങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ഇളം തലമുറയിൽ നടക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാൻ തയ്യാറല്ല. അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. എന്തിനു പ്രാർത്ഥിക്കണം, എന്തിന് സഭയ്ക്ക് പോകണം, അല്ലെങ്കിൽ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, സ്നാനമെടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും പലരും ഉത്തരം പറയാൻ തയ്യാറല്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ട്, കാലത്തിനടുത്ത് പ്രാർത്ഥിക്കണമെന്നുണ്ട് എന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പറയുന്ന ഉത്തരങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ ഒരു കമ്പൽഷനിലേക്ക് പോവുകയാണ്. ഈ കമ്പൽഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവർ ആ കമ്പൽഷൻ ഇല്ലാത്ത ഒരു സന്ദർഭം വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട് അകന്നു പോവുകയാണ്. സോ ഇന്നത്തെ തലമുറ എങ്ങനെ ദൈവത്തോട് അടുക്കാതെ അകന്നു പോകുന്നു എന്ന് പല കുടുംബങ്ങൾക്കും അറിയാതെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളുടെ കാലം ഉള്ളത് വരെയും അവർ ദൈവത്തെ ഭയന്ന് ജീവിക്കും. പക്ഷെ നമ്മളുടെ കാലം കഴിഞ്ഞ് അടുത്ത തലമുറ വരുമ്പോൾ പലരും ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് വിദേശ ദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോകുന്ന പല കുടുംബങ്ങളും ദൈവത്തെ വിട്ട് അകന്നു പോകാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം. അവർക്ക് ഒരു ഫ്രീഡം കിട്ടി. അവർ ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തെയോ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെയോ അവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ചുറ്റിലുള്ളവരും പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചുറ്റിലുള്ളവരെ പേടിച്ചാണ് ഇത്രയും കാലം അവർ ചെയ്തിരുന്നത്. സോ അങ്ങനത്തെ ഒരു സന്ദർഭം അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. ക്രിസ്ത്യൻ ഫാമിലീസിലും ശരി, ക്രിസ്ത്യൻ സഭകളിലും ശരി, നമ്മൾ ചില കറക്ഷൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ കമ്പൽഷൻ ചെയ്യരുത്, ആരോടും നമ്മൾ ഏത് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കരുതെന്നല്ല, മറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും തെളിച്ച് പറഞ്ഞു കൊടുക്കണം. എന്തിന് ചെയ്യണമെന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ അവർക്ക് പേഴ്സണൽ ആയിട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതൊരു സന്ദർഭത്തിലും ദൈവത്തെ വിട്ട് അകന്നു പോകാതെ ദൈവത്തിന് പേടിച്ച് ദൈവത്തിന് ഭയന്ന് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവർക്ക് എങ്ങനത്തെ ഒരു ശോധന വന്നാലും അതിൽ അവർ പിടിച്ചു നിൽക്കും. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവരുടെ വീടുകളാണ് പാറയിന്മേൽ പണിഞ്ഞ വീട് പോലെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മണലിന്മേൽ പണിഞ്ഞ വീട് പോലെ അത് ടോട്ടലി ഡിസ്ട്രോയ് ആകാനാണ് സാധിക്കുന്നത്. സോ നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. സഭകളിലും ശരി, വീടുകളിലും ശരി, പിള്ളേർ ചോദിക്കുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പിള്ളേർക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ദൈവമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചെയ്ത് കാണിക്കാം. പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ചെയ്ത് കാണിക്കുന്നതാണ് വളരെ ഉത്തമം. സോ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത തലമുറയും ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു തലമുറയായിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സാക്ഷിയായി നിൽക്കുന്ന തലമുറയെ നമ്മൾ കാണാൻ സാധിക്കും. ഇത് ചെയ്യാതെ നമ്മൾ ദേശത്തിന് വലിയ ഒരു റിവൈവൽ വരണമെന്ന് ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ തലയുത്തി നിന്നിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനമില്ലാതെ നമ്മൾ പണിയുന്ന എത്ര വലിയ ബിൽഡിംഗ് ആയാലും ഒരു ദിവസം അത് ഇടിഞ്ഞു വീഴും. ഒരു ചെറിയ ഒരു പ്രശ്നം വന്നാൽ പോലും അത് മറിഞ്ഞു വീഴും. സോ അടിസ്ഥാനം ഉറപ്പാക്കാം, നമ്മുടെ അടുത്ത തലമുറയെ ബലപ്പെടുത്താം, ദൈവത്തിൽ അവരെ ശക്തീകരിക്കാം. മുന്നേ വരുന്ന എല്ലാ പോരാട്ടങ്ങളിലും ജയിക്കുന്ന ഒരു ജയമുള്ള ഒരു തലമുറയായി നമ്മളെ അവർ മാറ്റാം. ദൈവം നമ്മൾക്ക് സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ
കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ arraysianshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.